എനിക്ക് തോന്നുന്നു ആദ്യം പുസ്തക പ്രകാശനം നടത്തുന്നതായിരിക്കും നല്ലത് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വേടനും പുസ്തകം സ്വീകരിക്കുന്ന പ്രിയ സുഹൃത്ത് സണ്ണിയും കവിക്കാടും ആ ദൗത്യം നിർവഹിക്കുന്നതാണ്. അതുകൊണ്ട് ആദ്യമായി പ്രകാശനത്തിന് വേണ്ടി രണ്ടുപേരെയും ക്ഷണിക്കുക. വണക്കം. ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. ശ്യാംകുമാർ മാഷിനെ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിലും കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ, ഇന്ത്യയുടെ തന്നെ ഇപ്പോഴത്തെ സാമൂഹിക അവസ്ഥയിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു മഹാവ്യക്തിയും ഒരു വലിയ ചിന്തകനും എഴുത്തുകാരനുമാണ് ശ്യാംകുമാർ മാഷ്. അത് ശ്യാംകുമാർ മാഷിൻ്റെ മുൻകാല കൃതികളിൽ നിന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ബാബാ സാഹേബ്, ഡോക്ടർ അംബേദ്കറെ പോലെ, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനെ പോലെയൊക്കെ തന്നെ അറിവിൻ്റെ ഒരു വലിയ ശക്തിയും പേറി നടക്കുന്ന ഒരു മഹാവ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പുതിയ കൃതിയുടെ അനാവരണത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കിവിടെ വരാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമാണ്. ഞാൻ ഇച്ചിരി ടെൻഷനാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇന്ത്യ പോലൊരു മഹത്തായ രാജ്യത്തിൻ്റെ സാഹോദര്യത്തെയും അതിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെയും തല്ലി തകർക്കാൻ ശ്രമിക്കുന്ന സനാതന ജാതി മൂല്യധർമ്മങ്ങൾക്കെതിരെ ശ്യാംകുമാർ മാഷ് നടത്തുന്ന വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. താങ്ക് യു. ഞാൻ അധികം സംസാരിക്കുന്നില്ല, ഞാൻ ഇച്ചിരി പാടുന്ന ഒരാളാണ്. താങ്ക് യു മാഷെ. ഞാൻ എന്ത് പാടും മാഷെ? ഇതിൽ ബേജാറില്ല, ഇതിൽ പാടിക്കോളാം. ഞാൻ എൻ്റെ തന്നെ ഒരു പാട്ട് പാടിക്കോട്ടെ. ഞാൻ കടലമ്മ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പാട്ടിന് എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടാണ്. ഞാനത് പാടിക്കോളാം. എനിക്ക് പെട്ടെന്നൊന്നും വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രിപ്പയർ ആയിട്ടല്ല വന്നത്. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയല്ല കടലല്ലേ കണ്ടത്, കടലിൻ്റെ മക്കളാ കടലിൻ്റെ, കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയല്ല കടലല്ലേ കണ്ടത്, കടലിൻ്റെ മക്കളാ കടലിൻ്റെ. ഉപ്പ് കാറ്റിൽ മീനും മണക്കും, നടുക്കടലിൽ കൊണ്ടൽ കാറ്റ് കൊണ്ട് ചോര മണക്കും. നാളെ കര കാണുമോ അതോ ഇരയാകുമോ, കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ. നന്ദി ഉണ്ടോ. താങ്ക് യു.